നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് മുകളിലും താളം ചെന്നായിരുന്നു. ഇപ്പോൾ അവസാനം ഒരു 100 പോയിന്റ് അടുത്ത് പ്ലസ്സിലിരുന്നു. ഇപ്പോൾ അവസാനം ഒരു 10 നിമിഷം മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് ഒരു മാനുവൽ മാർക്കറ്റാണ്. അല്ലെങ്കിൽ ഇതിനെ ഒരു മാനിപ്പുലേറ്റഡ് മാർക്കറ്റ് എന്നും കൂടെ പറയാം. അല്ല, അമേരിക്കയിൽ 3 ഇൻഡീസസും മരണ അത് കാരണം നിങ്ങൾ വിഴുന്നിരിക്കണം. എന്താണ് വിടുന്നില്ല എന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഇരിക്കുന്നു. അതുപോലെ തന്നെ വാഷ് ചെയ്തിരിക്കുന്നു. 3.8 വരയ്ക്കും ഇൻട്രസ്റ്റ് റേറ്റ് കയറുമെന്ന് പ്ലോട്ടിൽ പറയുന്നു. 2.5 to 3.75 ഇരിക്കുന്നു. 3.75 ഇരുന്ന് 4 കൂടെ പോവാം. അത് വളരെ ക്ലിയർ. വാഷ് വന്നിട്ട് എനിക്ക് എല്ലാ ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷനെ ഡെഫിനറ്റായിട്ട് ടാർഗറ്റ് ചെയ്യും എന്നവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഡെഫിനറ്റായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയൂല എന്നതിലൊരു തീരുമാനമായി. തീർച്ചയായിട്ടും ഏറും എന്നതിലും ഏതൊരു മാറ്റവുമില്ല. ഗോൾഡ് ഇന്ന് പോസിറ്റീവായിട്ട് ഏറിയിരിക്കുന്നു. 14,060 ഇരിക്കുന്നു. അതുപോലെ തന്നെ 24 ക്യാരറ്റും 15,338 ഇരിക്കുന്നത്. വെള്ളി വന്നിട്ട് 2,46,838 ഇരിക്കുന്നത്. ഹോൾസെയിൽ മാർക്കറ്റിൽ ഞാനിന്ന് ചെക്ക് ചെയ്തപ്പോൾ 1,52,000 രൂപയ്ക്ക് ഫിസിക്കൽ ഡെലിവറി തന്നെ കിട്ടിയായിരുന്നു. അതിനൊക്കെ പറയുന്ന ജ്വല്ലർ പ്രൈസ് 270 ആണ്. സോ വെള്ളിയുടെ നിങ്ങൾ നോക്കി വാങ്ങണം. ഇത് രൂപ വന്നിട്ട് 94.51 വരയ്ക്കും ചെന്നായിരുന്നു. എണ്ണയുടെ വില $78 ആയിരിക്കുന്നു. ഒന്നും കുറഞ്ഞില്ല. ഇത് തന്നെ നടക്കുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ടോപ്പ് ഫാർമ, FMCG, മെറ്റൽ എല്ലാം ഏറിയിരുന്നു. ഈ റാലി താങ്ങൂല എന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലായിരിക്കണം. സ്വർണത്തിന് പൊരുത്തമ്പട്ടിൽ ഇപ്പോൾ ഇറങ്ങേണ്ട സാധ്യത അധികമുണ്ട്. ഇതിൽ അമേരിക്ക പ്രോബ്ലം സോൾവ് ആവുന്നവരേക്കും വളരെ കണ്ണിങ് ആയിരിക്കും. അതിൻ്റെ ശേഷം ഏറും. ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ 10% ഇറങ്ങിയായിരുന്നു. ഇത്രയും കൺസിഡർ ചെയ്തിട്ടില്ല, എന്നാൽ കൺസിഡർ ചെയ്യാം. 1-2 എന്ന് എടുക്കാം. ഇത് വന്നിട്ട് ഒരു ലോങ് ടേം ബെറ്റാണ്. ഇന്ന് തീർന്ന് നാളെ തുടങ്ങുന്ന ബെറ്റ് പോലെ അല്ല. US-ഉം ഇറാനും ഒരു ഡീൽ സൈൻ ചെയ്തിരിക്കുന്നു. എന്നിട്ട് $300 ബില്യൺ റൈഡ് കൊടുക്കുന്നതായിട്ട് എന്ന് അമേരിക്ക സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ അമേരിക്ക എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾ കൊടുക്കത്തില്ല, ഗൾഫ് കൺട്രിയിലും കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തോരം സാധ്യമാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ 14 കണ്ടീഷനെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ട്രംപ് സറണ്ടർ ആയിട്ടുണ്ട്. പറഞ്ഞതുപോലെ സറണ്ടർ ട്രംപ് എന്നായി. ഇത് നോക്കുമ്പോൾ അമേരിക്ക ഈ കാര്യത്തിൽ തോറ്റു, ഇറാൻ ജയിച്ചു. എല്ലാ ലോസും ഇറാനിന് ഇരുന്നാലും ഇതൊരു ലോസും ഇല്ലാതെ അമേരിക്ക പേടിച്ചോടി എന്ന് പറയാം. ട്രൂപ്സിനെ ഇറക്കാൻ ട്രംപിന് ധൈര്യമില്ല. അമേരിക്ക ഓടി. ക്ലിയർ കണ്ടീഷൻസ് ഇല്ലാതെ കണ്ടീഷൻസ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ സറണ്ടർ ഡോക്യുമെൻറ്റിൽ ട്രംപ് പറഞ്ഞ ഒന്നും നെറ്റുന്നില്ല. പക്ഷേ ഇറാൻ പറഞ്ഞ എല്ലാം അതിലുണ്ട്. കാരണം ഇറാനിന് ക്യാഷ് റിലീസ്, $300 ബില്യൺ, ഹോമോസ് കൺട്രോൾ, ഇതൊക്കെ ഇറാൻ്റെ കയ്യിലിരിക്കുന്നു. സംസാരിച്ച അവസാനം എന്തൊക്കെയാണ് ആവശ്യമെന്ന് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറാൻ വളരെ ലക്കാണ്, ജയിച്ചു. രാജ എന്ത് പറയുന്നു എന്നാൽ കാലങ്ങളിലൊക്കെ ദാർജി ഒരു കേവ്സ് ഒക്കെ തോണ്ടി 20 ബില്യൺ ബാരൽ ഓയിൽ സ്റ്റോർ ചെയ്തതുപോലെ ചെയ്യുന്നു. ഇത് നമുക്കൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ലെസണാണ്. മൻമോഹൻ സിംഗ് പോലെ ചെയ്ത് ടിജി ക്രിസ്റ്റോസിന് ഡബിൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. അവരെന്തിരിച്ച് എവിടെൻ്റെ കാലത്തിൽ ചങ്കൂതുന്നത് പോലെ അല്ലേ? അതൊക്കെ ഒന്നും നടക്കില്ല. അടുത്തത് ഫെഡ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഒന്ന് ഇൻഫ്ലേഷൻ ടാർഗറ്റിൻ്റെ മുകളിലിരിക്കുന്നു. ക്വാർട്ടർലി കയറ്റി വിട്ടെങ്കിൽ പറയും എന്ന് പറയുന്നു. ഇതാണ് ഫെഡ് പറയുന്നത്. ഫെഡ് ഇങ്ങനെ ചെയ്യുന്ന കാരണം ഗോൾഡ് ആക്ച്വലി വീക്കൻ ആവണം, പക്ഷെ വീക്കൻ ആയില്ല. കാരണം സെൻട്രൽ ബാങ്ക് വാങ്ങുന്നു എന്ന് തോന്നുന്നു, വാങ്ങാൻ പോകുന്നു എന്ന്. വന്നിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട് 33,000 കോടിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് ജസ്റ്റ് $3 ബില്യൺ. ഈ സൈഡിൽ നോക്കിയെങ്കിൽ ആദ്യ ദിവസം കുറഞ്ഞ് വാങ്ങിയുണ്ട്. ഒരു ദിവസം 1,500 കോടി സ്റ്റോക്കിനെ ഡംപ് ചെയ്തിരിക്കുന്നു. കാരണം വാർ തീർന്നതിന് ശേഷവും സ്റ്റോക്ക് ഇരിക്കുന്ന സമയം ഇവർ നിർത്തിയില്ല. കാരണം നമ്മളെ സ്റ്റോക്കിനെ അവർ വിറ്റുകൊണ്ടേ ഇരിക്കുന്നു എന്നതിൽ ഏത് മാറ്റവുമില്ല. അതിൽ നിങ്ങൾ വളരെ ക്ലാരിറ്റി ആയിട്ട് ഇരിക്കണം. ഈ FBIs ഗവൺമെൻറ് ബോണ്ട് ഞങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തതുപോലെ ഇല്ല. BI വന്നിട്ട് FCNA ക്യാപ്സിനെ റിമൂവ് ചെയ്ത് വിട്ടു. ഡെപ്പോസിറ്റ് തരുമോ എന്ന് ചോദിച്ചു. റേറ്റ് 7% വരയ്ക്കും ചെല്ലുമെന്നാണ് അവർ വിചാരിക്കുന്നു. RBI ഹെഡ്ജിങ് കോസ്റ്റിനെ ബെയർ ചെയ്യുന്ന കാരണം $30 ബില്യൺ കൊണ്ടുവന്ന് മങ്ങാത്ത കളിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നു. $40 ബില്യൺ വരുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഗോൾഡ് വന്നിട്ട് 1% ഏറിയിരിക്കുന്നു. ഈ റേറ്റ് വേരിയേഷൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ആവും. ഇൻട്രസ്റ്റ് റേറ്റിനെ ടൈറ്റ് ചെയ്യുവാണെങ്കിൽ ഗോൾഡ് കറക്റ്റ് ആകാൻ ചാൻസസ് ഒരുപാടുണ്ട്. ഇന്ത്യ തിരികെ കഷ്ടപ്പെട്ട് മൂച്ചിനെ വിട്ട്
$5 trillion ടാർഗറ്റിന് വന്നിരിക്കുന്നു. ഇന്നലെ ഇരുന്ന് സൗത്ത് കൊറിയയും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. ക്വിക്കായിട്ട് സൗത്ത് കൊറിയ നമ്മളെ ബീറ്റ് ചെയ്യാം. കുറിച്ചുള്ള ന്യൂസൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് തന്നെ ഒരു ദിവസം ഇതിനെ കണ്ടും പിടിക്കണം. ഇപ്പോൾ ഇന്ത്യക്ക് ഇന്നും ഒരു പ്രോബ്ലം ഉണ്ട്. സിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കാശിനെ എടുക്കുന്നു എന്ന് പറയുന്നു. ഗെയിം കാശിനെ എടുക്കണം എന്ന് വിചാരിക്കുന്നു. പല പ്രൈവറ്റ് പ്ലെയേഴ്സും കാശ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇത് കാരണം NSE എന്ത് വിചാരിക്കുന്നു എന്നാൽ $3 ബില്യൺ പ്രോഡക്റ്റിനെ ഇറക്കുന്നു മാർക്കറ്റിൽ. ഇത് വന്നിട്ട് ഓഫർ ഫോർ സെയിലാണ്. ഫീഞ്ചിനൊന്നും കാശ് പോവില്ല. വെസ്റ്റർ കാശിട്ടവരൊക്കെ വിൽക്കുന്നു. ഇതിൽ SBI വലുതായിട്ട് വിൽക്കും എന്നവർ വിചാരിക്കുന്നത്. എന്നെ പൊറുത്ത മട്ടിൽ ബെസ്റ്റ് ഡേ ഓഫ് NSE ഹാവ് ഗെയിൻഡ് ഇറ്റ്. ഓപ്ഷൻസ് കാരണം അതൊക്കെ കുറഞ്ഞു പോവും. ഗവൺമെൻറ് സ്റ്റോക്കിന് വിറ്റുകൊണ്ട് കാശിനെ വസൂൽ ചെയ്തുകൊണ്ട് ബാൻ ചെയ്യും. മൊത്തത്തിൽ ഇതിനെ വന്നിട്ട് ഒരു ബാഡ് മൂവ് ആയിട്ട് തന്നെ ഞാൻ നോക്കുന്നു. ഒരേ ദിവസത്തിൽ നിയർലി 2.5 ട്രില്യൺ ആയിട്ട് മാറിയിരിക്കുന്നു. സ്പേസ് എക്സിൻ്റെ വാല്യുവേഷൻ 2.5 ട്രില്യൺ ആയിരിക്കുന്നു. ദിവസത്തിൽ $1 ട്രില്യൺ മുകളിൽ അവർക്ക് ഹൈറ്റി തിപ്പിയായിരുന്നു. ഇതിലിരുന്ന് എന്തറിയാൻ പറ്റുന്നത് എന്നാൽ ആർക്കെപ്പ് എത്രയും ടോക്സിറ്റി ആയിരിക്കുന്നു. ലൈഫ് ലോങ് സമ്പാദിച്ചതിന് വേറെ ഒരേ ദിവസത്തിൽ ഒരേ ട്രേഡിൽ സമ്പാദിച്ചതായിട്ട് പറയുന്നു. ബഫറ്റിൻ്റെ എൻറ്റയർ വെൽത്തിന് ഇന്നലെയും മെനുങ്ങാനും കയറിയ റേറ്റിനെ വെച്ച് പറയുന്നു. ഒരുപാട് ദിവസം സസ്റ്റെയിൻ ആവത്തില്ല. എക്സൈഡ് ബാക്ടറീസ് എന്ത് പറയുന്നു എന്നാൽ ഹാപ്പിയ വന്നിട്ട് ലിഥിയം അയണയും സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്നു. അത് ലെഡ് ആസിഡ് ബാറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് HDFC ബാങ്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ $750 മില്യൺ ബോണ്ടിന് റൈസ് ചെയ്തിരിക്കുന്നു. 0.06% തരുന്നു. ഇതകത്ത് ചെല്ലുവാണെങ്കിൽ $750 മില്യൺ വരുന്ന കാരണം ഉടനെ അപ്രൂവൽ കിട്ടും. റിലയൻസ് ജിയോ എന്ത് പറയുന്നതെന്നാൽ ഞാൻ ഫേസ് എക്സിൻ്റെ ഒപ്പമാണ് കോമ്പറ്റീഷൻ ആയിരിക്കുന്നു. കാരണം സ്റ്റാർടെക്കിനെ പോലെ 1650 സാറ്റലൈറ്റ് ബ്രാൻഡ് കോൺസ്റ്റലേഷൻ വിടുമെന്ന് പറയുന്നു. തന്നെ ജിയോയുടെ അടുത്ത് കാശില്ല, TNPL വാങ്ങൂല എന്ന് പറയുന്നു. ഇഫീസി റൈറ്റിനെ വാങ്ങുന്നില്ല. എന്ത് നടക്കുന്നു എന്ന് ദൈവത്തിന് തന്നെ വെളിച്ചം. ഇത്രയും ക്ലാരിറ്റി ഇല്ലാത്ത കാരണമാണ് റിലയൻസ് വേണ്ടെന്ന് ഞാൻ പറയുന്നു. ഇതായിട്ട് പ്രോഫിറ്റ് ചെയ്യുന്നത് മുമ്പേ തന്നെ ഏർലി ഇൻവെസ്റ്റേഴ്സ് 100 കോടി ഷെയറിനെ വിറ്റ് എട്ടിൽ കാശിട്ടു. എന്നെ വിറ്റു എന്നാൽ $750 മില്യൺ പുതിയ ഒരു ഫണ്ടിങ് റൗണ്ട് വന്നിരിക്കുന്നു. ഫണ്ടിങ് റൗണ്ട് വരുന്ന സമയം എക്സിസ്റ്റിംഗ് ആൾക്കാർ പറഞ്ഞു 100 രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞു. കുറച്ച് തരാമെന്ന് പറഞ്ഞു. അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് കാശ് നോക്കിയായിരുന്നു. സർവ്വം AIക്ക് നല്ല കാലമാണ്. HCL ടെക് അകത്ത് വന്നിരിക്കാം. ടെക് ജാവിറ്റാസ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. FMCGക്ക് കച്ച എണ്ണയുടെ വില 78 താഴെ ചെല്ലുവാണെങ്കിൽ അവിടെ കുറച്ച് ദിവസം ഇരിക്കുവാണെങ്കിലും മാതിരി ഉപയോഗപ്പെടും. ഈ ഹെൽപ്പ് അവർക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇൻഫ്ലേഷൻ കയറും എന്തെന്നാൽ മാർക്കറ്റ് ലെവലിൽ ഈ പച്ചക്കറിയുടെ വില ഒക്കെ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. അരിസിയുടെ വിലയും ഏറിയിരിക്കുന്നു. ഇന്തോ UK ഡീൽ വന്നിട്ട് ക്ലിയർ ആയിരിക്കുന്നു. പെൻസസിനെ അവർ സംസാരിച്ച് തീർത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഓസ്മിക്കിൻ്റെ സ്റ്റോക്ക് ഇന്ന് 9000 ഏറിയിരിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം നിക്കി 71,000 ജാപ്പനീസ് ഇതിൽ ക്രോസ് ആയിരിക്കുന്നു. നമ്മളെ പൊരുത്തം പറ്റിൽ നമുക്ക് എന്താണ് നല്ല ന്യൂസ് എന്നാൽ സൗത്ത് കൊറിയയെ മിസ് ചെയ്തിരുന്നാലും ജപ്പാനെ കറക്റ്റാக പിടിച്ച കാരണം 2-3 മടങ്ങ് അതിൽ ലാഭം കിട്ടി. ആപ്പിൾ വന്നിട്ട് പ്രോഡക്റ്റിൻ്റെ വിലയെ ഏറ്റുന്നു. എന്തെന്നാൽ ഒരു ചിപ്പ് ഷോർട്ടേജ് ഇരിക്കുന്നു. അതുപോലെ തന്നെ AIക്ക് യൂസ് ആവുന്ന ചിപ്പിൽ ആശ കയറിയിരിക്കുന്ന കാരണം ആപ്പിൾ ഓൾറെഡിയായിട്ട് വിലയെ കയറ്റുന്നു. മൈക്രോസോഫ്റ്റ് വന്നിട്ട് AI ബിസിനസ്സിനെ ചൈനയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതും ഓപ്പൺ AI മോഡൽസ് വെച്ചുകൊണ്ടാണ്. ഇതിനെ നോക്കുമ്പോൾ നമ്മളൊക്കെ കറക്റ്റായിട്ട് വാറൻ ബഫറ്റ് സാറിൻ്റെ വച്ചിരിക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ ലോകത്തിനെ കാണുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. നിഫ്റ്റി അവിടെ തന്നെ ഇരിക്കും. ഈ പ്രോബ്ലമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയതിൻ്റെ ശേഷം വരും തിരികെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.
എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക്